ഷാനവാസ് 8%, അനുമോൾ 19%, അക്ബർ 21%. Let's go! We are supporting അനീഷേട്ടാ. അല്ല നീ എന്തിനാ അനീഷിനെ സപ്പോർട്ട് ചെയ്തത്? അതെന്തിനാ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? Guys, everybody right now everybody okay എല്ലാരും guys ഇത് PR ഒന്നും അല്ല 10 പൈസ PR വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല ഗൈസ്. എല്ലാരും അനീഷിന് പോയിട്ട് വോട്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ് അനീഷ് തൂക്കണം. ഓക്കെ, ഇന്നലെ നടന്ന ലൈവാണ്. ഏകദേശം 2,15,000 ആളുകൾ കണ്ട ലൈവ്. അത്യാവശ്യം നല്ല വോട്ട് അനീഷേട്ടന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പലയിടങ്ങളിൽ വെച്ച് മെഡിക്കൽ കോളേജിലാണെങ്കിലും കോളേജുകളുടെ മുന്നിലാണെങ്കിലും കവലകളിലാണെങ്കിലും ഇറങ്ങി വോട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ കേട്ടു. PR വർക്കുകൾ ഓടി ഓടി കിതയ്ക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ അവിടെ PR-കളുടെ ബഹളമോ അല്ലെങ്കിൽ വോട്ടിന് വേണ്ടിയുള്ള തല്ലുകൂടലുകളോ ഒന്നും ഇല്ലാത്ത കുറച്ച് ആളുകൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ടോപ്പ് 5-ലുള്ള ആളുകളിൽ വ്യക്തമായി നമുക്കറിയാം അനുമോളുടെ PR-ഉം അനുമോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഈ വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. നേരെ തിരിച്ച് ബാക്കിയുള്ള 4 പേരുടെയും അവസ്ഥ വ്യക്തമായിട്ട് നമുക്കറിയാം. അനീഷേട്ടന്റെ ആണെങ്കിലും ഷാനവാസ്കന്റെ ആണെന്നുണ്ടെങ്കിൽ അക്ബറിന്റെ ആണെന്നുണ്ടെങ്കിലും നെവിന്റെ ആണെങ്കിലും ഇത്തരം രീതിയിലുള്ള വർക്കുകൾ ഞാൻ കണ്ടിട്ടില്ല. PR വർക്ക് ആണെങ്കിലും ജെന്യുവിൻ വർക്ക് ആണെങ്കിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതിലെടുത്ത് പറയേണ്ട കാര്യമുണ്ട്. അനീഷേട്ടന്റെയും ഷാനവാസ്കയുടെയും അതുപോലെ നെവിന്റെയും പേര്, ഇവരുടെ 3 പേര് തീരെ ഞാൻ ഇവിടെ കേട്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ തൊപ്പി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അയാളുടെ ലൈവിലൂടെ ഒറ്റയടിക്ക് ഇവര് ഇത്രയും നാൾ ഓടി നടന്ന് പണം എറിഞ്ഞ് ഉണ്ടാക്കിയ വോട്ടിന്റെ മുകളിൽ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 25,000 വോട്ടിന്റെ മുകളിലെ ലീഡ് ഇപ്പൊ അനീഷേട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞത്. ജെനുവിൻ ആയിട്ടുള്ള ആളുകളുടെ വോട്ടും കൂടിയും കൊടുക്കുക. എന്റെ വോട്ട് അനീഷേട്ടന് ഞാൻ കൊടുത്തു കഴിഞ്ഞു. എനിക്ക് മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ നടന്ന് വോട്ട് വാങ്ങി കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല. വീഡിയോ ചെയ്യുന്നുണ്ട്, അത് കാണുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക, അത്രേ പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങൾ വേറെ ആൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ ഇഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ ഞാൻ ആളല്ല. നിങ്ങൾക്ക് അനുമോളോടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അനുമോൾക്ക് തന്നെ വോട്ട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്നും അറിയാത്ത ഇതൊന്നും കാണാത്ത ആളുകളുടെ മൊബൈൽ ഫോണും വാങ്ങിയിട്ട് അതിൽ OTP വാങ്ങിയിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട്, അത് ചെയ്യാതിരിക്കുക. കാരണം അതൊരു മാന്യമായ ഒരു പരിപാടിയല്ല. അത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തായാലും തൊപ്പി പറഞ്ഞ ഈ വാക്കുകൾ കുറച്ച് നിങ്ങൾ കേൾക്കണം. അയാൾ വെറുതെ അങ്ങ് വിളിച്ചു പറഞ്ഞതല്ല, അയാൾ മുഴുവൻ സീസണൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്നാൽ പോലും അയാൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്, അയാളുടെ സ്വാതന്ത്ര്യമാണ് അയാൾ ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അയാളുടെ കമന്റിന്റെ അടിയിൽ പോലും പോയിട്ട് PR വർക്കുകളായിട്ടുള്ള അനുവിന്റെ PR തന്നെ ഒരുപാട് ആളുകൾ വന്ന് തെറി വിളിക്കുന്നത് ഞാൻ കണ്ടു. അത് പച്ചയ്ക്ക് തന്നെ വിളിക്കുന്നത് ഞങ്ങൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, അതാണ് ഇതാണ് ഞാൻ പറയുന്നില്ല. അയാളുടെ അമ്മയ്ക്കൊക്കെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ അതൊക്കെ പോയി കാണുന്നത്? നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ഫ്രെയിം കാണുമ്പോൾ പോയാൽ പോരെ, തുടർന്ന് കാണാം. ഓക്കെ, എല്ലാരും ഇതിൽ വോട്ട് ചെയ്തവരും ഇതിൽ സ്പാം ചെയ്തവരും കമന്റിൽ ഇടുന്നവരും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സാധനം റിസൾട്ട് ഉണ്ടാണെങ്കിൽ പോയി വോട്ട് ചെയ്യും. എല്ലാരും അനീഷിന് പോയിട്ട് ഇവിടെ വോട്ട് ചെയ്യാനല്ല കേട്ടോ, ഈ ചാറ്റിൽ വോട്ട് ചെയ്യാനല്ല, പോയിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാനാണ് അഭ്യർത്ഥിക്കുന്നത്. ഇപ്പൊ ഒരുപാട് യൂട്യൂബർമാര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അനുമോളെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണവും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഓൾറെഡി അവർക്കൊരു ഫാൻ ബേസ് ഇവിടെ ഉണ്ട്. ഇതിപ്പോ സീരിയൽ ആണെന്നുണ്ടെങ്കിലും ടമർപ്പടാണെന്നുണ്ടെങ്കിലും അവരുടെ ക്യൂട്ട്നെസ്സിനാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു പിൻബലം അവർക്ക് ഉണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ യൂട്യൂബർമാര് പരമാവധി അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ഒരു പ്രഹസനമായിട്ട് തന്നെയാണ് ഞാൻ തള്ളിക്കളയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ ഇരുന്ന് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പോ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവരെ മുടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 24 മണിക്കൂർ ഇപ്പൊ ഇതിന്റെ പിന്നിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റ് ആയിട്ട് കാണുന്നു. ഞാൻ PR വർക്കിന് വേണ്ടി പണിയെടുക്കാനോ വോട്ട് തെണ്ടാനോ ഒന്നും നടക്കുന്നില്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇത്രയും നാളത്തെ കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. സ്ത്രീകളെ അപമാനിക്കാത്തൊരു മനുഷ്യനാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇതിലിപ്പോ ഈ പറയുന്ന നെവീൻ ആണെന്നുണ്ടെങ്കിൽ അക്ബർ ആണെന്നുണ്ടെങ്കിൽ ഷാനവാസ്ക ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇൻവോൾവ് ആയ മനുഷ്യന്മാരാണ്. ഇപ്പൊ നെവിനൊക്കെ അനുമോളെ ഏത് രീതിയിലാണ് ക്രൂശിച്ചതെന്ന് നമുക്കറിയാം, അതുപോലെ അക്ബർ ഏത് രീതിയിലാണ് ക്രൂശിച്ചത് നമുക്കറിയാം. പക്ഷെ ഷാനവാസ്ക അത്ര വലിയ ക്രൂരനൊന്നല്ല കേട്ടോ, അയാൾ അങ്ങനെ ക്രൂശിച്ചിട്ടൊന്നുമില്ല. കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. വലിയേട്ടനായിട്ടാണ് അവർ അയാളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അനീഷേട്ടന്റെ കാര്യം നോക്കിയേ. അനീഷേട്ടൻ ഇപ്പൊ നിങ്ങൾ കൂട്ടത്തിലുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ച ആളുകളെ കുറിച്ചിട്ടും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനീഷേട്ടനും അനുമോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒരു ഇഷ്ടം തുറന്ന് പറഞ്ഞു, ആ ഇഷ്ടം നിരസിച്ചു, ആ ഇഷ്ടത്തെ കുറിച്ചിട്ട് കൃത്യമായ ക്ലാരിഫിക്കേഷൻ ഇന്നും കൂടിയും പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് തുടർന്ന് കാണാം. ഓക്കെ, അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം നോക്കെ, അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അനീഷ് അവിടെ ആരുമായിട്ടും
അടിയുണ്ടാക്കാനോ അസൂയക്കോ കുശമ്പിനോ ഇങ്ങനത്തെ ആൾക്കാരെ താത്തിക്കെട്ടാനോ അനീഷ് ശത്രുക്കളോട് പോലും നല്ല രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്നത് ഞാൻ കാണുന്നത്. ഓക്കെ, വെറുപ്പിക്കാനോ ഇതാക്കാനോ പോവാത്ത ഒരേ ഒരു നല്ലവരായ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അനീഷിനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അവർ ചെയ്യുന്ന എന്തിനാണ് ആൾക്കാർ കാണിക്കാൻ, അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് അടിക്കുന്നുണ്ട്. പക്ഷെ അനീസ് എന്തോ ഭയങ്കര ജെന്യൂൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ഒപ്പീനിയനുള്ള ആളുകളാണ് അയാളെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ മുന്നോട്ട് വരുന്നത്. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആളുകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും. വീട്ടമ്മമാർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ അനുമോളെ ഇഷ്ടമാണ്. ഈ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു എൻഡിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അനുമോളെ നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തോളൂ തന്നെ പറയുന്നത്. പക്ഷെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒന്നും അറിയാത്ത ആളുകളുടെ മൊബൈൽ ഫോണിൽ നിന്നും ആ ഒരു വോട്ട് വാങ്ങി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് ഊളത്തരമായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അത് മാന്യമായ രീതിയിൽ സഭ്യമായ രീതിയിലായ മാത്രം മതി, അത്രേ പറയുന്നുള്ളൂ. പിന്നെ അനീഷേട്ടൻ സാധാരണക്കാരനല്ല, അയാൾ ഗവൺമെന്റ് ജീവനക്കാരനാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടു. അവരോട് ഒന്ന് ചോദിച്ചോട്ടെ, അനുമോൾ സാധാരണക്കാരിയാണോ? അല്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ് അല്ലെ. ഈ വണ്ടി എന്റേതല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ കാറുണ്ട് കാണുമ്പോൾ തന്നെ ആളുകൾ വിചാരിക്കും അവൻ പൈസക്കാരനാണ്. അതല്ല, ഞാൻ സാധാരണക്കാരനാണ്, BPL ആണ്, ഒരുപാട് കടങ്ങളുള്ള മനുഷ്യനാണ്, അത് ആദ്യം മനസ്സിലാക്കട്ടെ. പക്ഷെ എന്റെ കടങ്ങളൊന്നും ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് 18 ലക്ഷം രൂപയുടെ കാറ് ഞാൻ വാങ്ങിയിട്ടില്ല. ആ കാറ് നിലനിൽക്കെ ആ വാടക അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ 8 ലക്ഷം രൂപ മുടക്കി വേറൊരു കാറ് വാങ്ങിയിട്ടില്ല. 2 കാർ എന്റെ കയ്യിലില്ല, അത് ആദ്യം മനസ്സിലാക്കുക. എന്റെ കയ്യിൽ ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ, അത് എന്റെ പേരിലല്ല, അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ വീട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 10-30 ലക്ഷം രൂപയുടെ താഴെ വരുന്ന ഒരു വീടാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ടൈലിന്റെ പണിയെടുത്തിട്ട് മണ്ണേറ്റിട്ടൊക്കെ ഉണ്ടാക്കിയ വീടാണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ അനുമോള് ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ 2 കാറുകൾ, ഒരു കാർ ഓൾറെഡി ഉണ്ട്, അപ്പൊ അടുത്തൊരു കാർ EMI എടുക്കുന്നു. ഓക്കെ, ഇനി സാധാരണക്കാരിയല്ല അനുമോൾ എന്ന് തെളിയിക്കുന്നതിൽ അവരുടെ ഫാമിലി, അവരുടെ ചേച്ചി എങ്ങാനും ഗവൺമെന്റ് ജീവനക്കാരിയാണെന്നൊക്കെ ആളുകൾ പറഞ്ഞു. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ തിരുത്തുകയാണ്. അല്ലാത്ത പക്ഷം അനീഷേട്ടനെ പോലെയുള്ള ഒരു വ്യക്തിയല്ല. അങ്ങനെയാണ് സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ, സാധാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ നാട്ടും പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ ഒരു സാധാരണ മനുഷ്യന്മാരായിട്ട് കാണുക. അധികം ആളുകളോടൊന്നും തല്ലുണ്ടാക്കാൻ പോവാതെ സ്ത്രീകൾ അപമാനിക്കാത്ത മനുഷ്യന്മാരെയൊക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുമല്ലോ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു കാരണത്തിന് എന്തിനാണ് തെറി വിളിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക. അനുമോൾക്ക് തന്നെ വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യുക, പക്ഷെ മനസാക്ഷിയോടൊന്ന് ചോദിക്കുക, അത്രേ പറയുന്നുള്ളൂ. അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അനീഷ് നല്ലതാന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അവിടെ അനീഷിന് ബാക്കി എല്ലാവർക്കും PR ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബാക്കി എല്ലാവർക്കും PR ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ PR ഇല്ലാത്ത ഒരേ ഒരാൾ അനീഷാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, PR ഉണ്ടാവും, പക്ഷെ ഏറ്റവും കുറഞ്ഞ PR ഉള്ളത് അനീഷിനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, ഞാൻ അന്വേഷിച്ചത് വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അനീഷ് അവിടെ ഒരു കോമണാണ്. ഓക്കെ, ഒരു സാധാരണക്കാരൻ എന്നുള്ള ലെവലിൽ അനീഷ് ജയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ഈ ഒരു കാര്യത്തിനാണ് സാധാരണക്കാരനാണോ അല്ലെങ്കിൽ സാധാരണക്കാരനല്ല എന്ന രീതിയിലുള്ള 2 ചേരി തിരിഞ്ഞിട്ടുള്ള അടി ഞാൻ കണ്ടത്. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഞാൻ തന്നു കഴിഞ്ഞു. നിലവിലൊരു കടമുള്ള ആള് ഒരു പെങ്ങളെ കെട്ടിച്ചെടുത്തുള്ള ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ വീട് ജപ്തിയിലിരിക്കുമ്പോൾ അതിന്റെ ഒരു സാമ്പത്തിക പ്രശ്നമാണെങ്കിലോ ഒക്കെ, ഇതല്ല, ആർഭാട ജീവിതം തന്നെയാണല്ലോ നയിച്ചിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും അനുമോളുടെ സപ്പോർട്ടിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ കഴിയില്ല. ഹെവി സപ്പോർട്ട് ഉണ്ട്. അതിന് PR ആണെങ്കിലും PR അല്ലെങ്കിലും ഞാൻ കാര്യമായിട്ട് പറയുന്നു, ഏതൊരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാലും അതിൽ അനീഷേട്ടനേക്കാൾ കൂടുതൽ സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ അനുമോൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കാനും കഴിയും എന്നുള്ളതാണ്. അതായത് ഓൾറെഡി ഫെയിമായി നിൽക്കുന്ന ഒരാൾക്ക് വീണ്ടും സപ്പോർട്ട് കൂട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിച്ച് എവിടെയെങ്കിലൊക്കെ എത്തി നിൽക്കുന്ന ആളുകൾക്കുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അത്രയും ജെന്യൂൻ ആയിരിക്കും, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഓക്കെ, ചില ആൾക്കാർക്ക് മറ്റേ നൂറിനെ സപ്പോർട്ട് ചെയ്യാനും അനുമോളെ സപ്പോർട്ട് ചെയ്യാനും ഓക്കെ, ബാക്കി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടോ, നിങ്ങൾക്ക് അവരെ പോയി സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇതാണ് എന്റെ സ്റ്റാൻഡ്. ഓക്കെ, അനീഷിനെ അങ്ങ് പോയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും, നിങ്ങൾ ഇഷ്ടം മറച്ചു വെക്കണം എന്നല്ല ഈ തൊപ്പി പറഞ്ഞിട്ടുള്ളത്. ഞാനും അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കാൻ ആരും പറയുന്നില്ല. നിങ്ങൾ ഇഷ്ടമുള്ള ആളുകൾക്ക് തന്നെ വോട്ട് ചെയ്തോ. പക്ഷെ എന്റെ നിലപാട്, ഞാൻ അനീഷിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതേ നിലപാട് തൊപ്പിയും കാണിച്ചു. നിങ്ങൾ അതിനാണ് തെറി വിളിച്ചത് എന്നുള്ളതാണ്. നീ ഫുൾ എപ്പിസോഡ് കണ്ടില്ല എന്നൊക്കെ പറയുന്നു ചില ആളുകൾ. ഞാൻ ലൈവ് 24 മണിക്കൂർ, ഇപ്പൊ 90 ദിവസമായില്ലേ, 99 ദിവസമായില്ലെന്ന്, അത്രയും നാള് എവിടെയും പോയിട്ടില്ല. ഇതിന്റെ മുന്നിൽ തന്നെ 24 മണിക്കൂർ ഇരിക്കുന്നത്. ഇപ്പൊ അനുമോളുടെ മുഖത്ത് എന്തൊക്കെയോ ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ പുട്ടിയൊക്കെ അടിച്ചിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞല്ലോ, എല്ലാരും പോയി. ഇനിയിപ്പോ 5 ആളുണ്ട്, അവര് നേരെ ഫിനാലയിലേക്ക് പോവുകയാണ്.
അത്രേ ഉള്ളൂ. ആര് കപ്പടിക്കുന്നത് നമുക്ക് എന്തായാലും അറിയാം. പക്ഷെ അതിനോടകം തന്നെ ലാലേട്ടനൊക്കെ വെല്ലുവിളിച്ചിട്ടൊക്കെ, ലാലേട്ടൻ വിചാരിച്ചാൽ പോലും അനുമോളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ രാജു ടോക്കൊക്കെ വെറുതെ തമ്പനയിലൊക്കെ വെച്ചിട്ട് എന്ത് ഊളത്തരൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. നിരന്തരമായിട്ട് ഭയങ്കരമായിട്ട്, അതായത് ഒരാളെ ഇഷ്ടം സപ്പോർട്ട് ചെയ്യുന്നതിലും തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത് അയാളുടെ സ്വാതന്ത്ര്യം, അയാൾ എന്ത് ചെയ്യണം ചെയ്തോട്ടെ. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്തു തരാം, നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണിയെടുക്കുന്ന ആളുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് കേരള സംസ്ഥാനം ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്ന പരിപാടിയല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇത് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അതിന്റെ നഷ്ടവും ലാഭവും ഒക്കെ വരുന്നത് അതിലെ കോണ്ടസ്റ്റൻസിനാണ് എന്നുള്ളതാണ്. ഇത് ആവശ്യമില്ലാതെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ ഞാനൊന്നും ഒരു 5 കായ് വാങ്ങിയിട്ടില്ല. യൂട്യൂബ് തരുന്ന എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും തിന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന വാക്കുകളൊന്ന് കേട്ടോക്കെ. അതിൽ സാധാരണക്കാരൻ ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇത്. എന്നിട്ട് ഇവര് ഭയങ്കര ദാരിദ്ര്യം പറയില്ലടാ. അതായത് അനുമോൾക്ക് ഇതില്ല, കുറെ കടങ്ങളുണ്ട്, പൈസ ഇല്ല കയ്യില്, ദാരിദ്ര്യത്തിലാന്ന്. എന്തൊരു തൊള്ളടാ. എടാ മോനെ, ഒരു പരിപാടിക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങുന്നു ഞമ്മക്കറിയാം. ഓക്കെ, ഞമ്മക്കറിയാം. സാധാരണക്കാരെ പറ്റിക്കാൻ നോക്കല്ലേ മോനെ. അത്രേ ഉള്ളൂ. അത് ഞാൻ ഈ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്, അത്യാവശ്യം നല്ല സാമ്പത്തിക വരുമാനം വരും. ഈ ഒരു സംഭവത്തിൽ വിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലും അനുമോൾക്ക് ഫണ്ട് വരും. കാരണം അനുമോൾ നിൽക്കുന്ന മേഖല ഇൻഡസ്ട്രി അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നും ഇപ്പൊ സീരിയൽ ആണെന്നുണ്ടെങ്കിലും സിനിമയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ അവർ പങ്കെടുത്താൽ, ഇന്റർവ്യൂകളാണെന്നുണ്ടെങ്കിലും ഉദ്ഘാടനം ആണെന്നുണ്ടെങ്കിലും ഫണ്ട് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു സാമ്പത്തിക പ്രശ്നം പറഞ്ഞുകൊണ്ടുള്ള ഒരു വോട്ട് തേടല് അതൊരു ഊളപ്പരിപാടിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഈ അനീഷേട്ടനൊന്നും അങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടില്ല. ബാക്കിയുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. വേറെ ഒരു കോണ്ടസ്റ്റൻസിനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു വോട്ട് പിടിക്കുന്ന പരിപാടി ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ചരിത്രത്തിൽ ദിൽഷയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്തോ ജാതിയുടെ പേരും പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ അനുമോളുടെ കാര്യത്തിൽ ഈഴവ സംഘടന ആരൊക്കെയോ ചേർന്നുകൊണ്ട്, അത് ഇനി ഫേക്ക് ആണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു വോട്ട് ചോദിക്കുന്നു. അതുകൂടാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആര് ജയിച്ചാലും തോറ്റാലും അത് അവരുടെ മാത്രമാണ്. അതിന്റെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അവർക്ക് മാത്രമുള്ളതാണ്. ഇവിടെ അന്ധമായ ഫാൻസോളികൾ, ചില ആളുകൾ ഇങ്ങനെ തെറി വിളിച്ച് നടക്കുന്നുണ്ട്. അവർക്കൊരു ഗുണമില്ല. അവരുടെ സമയവും അവരുടെ പേഴ്സണാലിറ്റി പോലും നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഊളത്തരം ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ അനുമോൾക്ക് തന്നെ വോട്ട് ചെയ്തോ, എന്താ കുഴപ്പമില്ല. നിങ്ങൾ അനുമോളെ ഇഷ്ടമുണ്ടെങ്കിൽ അനുമോളെ മാത്രം തന്നെ വോട്ട് ചെയ്താൽ മതി. എനിക്ക് അനീഷേട്ടനെ ഇഷ്ടം, ഞാൻ അനീഷേട്ടനെ വോട്ട് ചെയ്യും. ഈ കാര്യം പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അപ്പൊ അത് അതേ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ്. അനുമോൾ ബിഗ് ബോസിൽ അനുഭവിച്ച പല സ്ട്രഗിൾസിൽ നമ്മൾ കൂടെ നിന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നെവിൻ ബെഡിലേക്ക് വെള്ളമൊഴിച്ച കാര്യമാണെന്നുണ്ടെങ്കിലും, അതുകൂടാതെ തന്നെ മുന്നത്തെ ആ ഒരു വിഷയം ആര്യൻ ഗീസയിലുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ബെഡ്, അതിലൊക്കെ നമ്മൾ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ തെറ്റുകളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന, വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ആളുകളാണ് നമ്മൾ കൂടുതൽ കൂടെ നിർത്തുക അല്ലെ. ആ ഒരു കാര്യമാണ് ആളുകൾ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. വോട്ട് ഏകദേശം എൻഡിലേക്ക് അടുക്കണ സമയത്ത് തൊപ്പിയുടെ ഒരൊറ്റ ലൈവ് കാരണം ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊള്ളാം എന്തായാലും. ഒരു കൂട്ടം വീട്ടമ്മമാര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചേച്ചിമാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല വിഷയങ്ങളിലും അനുമോളെ ഇഷ്ടമായത് കൊണ്ടാണ്. അതായത് ഈ അടുക്കള വിഷയമൊക്കെ വന്നപ്പോ ആ ഒരു പയറും പരിപ്പിന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, കുറച്ച് കറി മാറ്റി വെച്ചതിന്റെ പ്രശ്നമൊക്കെ, അതൊക്കെ വീട്ടമ്മമാർക്ക് മനസ്സിലാവുന്ന വിഷയങ്ങളാണ്. ആ കാര്യമൊക്കെ അനുമോളുടെ കൂടെ തന്നെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം കൂട്ടി വായിക്കുമ്പോൾ, എല്ലാം എടുത്തു നോക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ അനീഷേട്ടന് ഒരു പൊടി മുൻതൂക്കം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ വിശ്വാസം നിങ്ങളെ കാക്കട്ടെ, എന്റെ വിശ്വാസം എന്നെ കാക്കട്ടെ. ആര് കപ്പടിച്ചാലും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആർക്കും ഒരു ഗുണദോഷമുള്ള കാര്യമല്ല. പകരം നമ്മുടെ സമയം പോയിട്ടുണ്ട്, നമ്മുടെ പൈസ പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് അതൊരു സന്ദീപ് പാൾ സൈനിങ് ഓഫ്.